ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മോളിവുഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. OTT പ്ലാറ്റ്ഫോമിൽ റിലീസ് ചെയ്തതും റിലീസ് ചെയ്യാൻ പോകുന്നതുമായ മൂവികളെ കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് ലഭിക്കുന്നതിന് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫസ്റ്റ് ഒരു മലയാളം മൂവിയാണ് ഇന്നസെൻറ്റ്. അൽതാഫ് സലീം, ജോമോൻ ജ്യോതിർ, അനാർക്കലി മെരിക്കാർ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി സതീഷ് തൻവി സംവിധാനം ചെയ്തൊരു കോമഡി മൂവിയാണ് ഇന്നസെൻറ്റ്. ഇതിന്റെ OTT റൈറ്റ്സ് മനോരമാക്സ് അല്ലെങ്കിൽ ആമസോൺ പ്രൈം വീഡിയോസ് സ്വന്തമാക്കുമെന്നുള്ള അൺഒഫീഷ്യൽ റിപ്പോർട്ടുകളുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ മൂവി ഡിസംബറോടെ OTT റിലീസ് ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അടുത്തത് ഒരു തെലുങ്ക് മൂവിയാണ് കാന്ത. ദുൽഖർ സൽമാനെ കേന്ദ്ര കഥാപാത്രമാക്കി സെൽവമണി സെൽവരാജ് രചന സംവിധാനം നിർവഹിച്ചൊരു ത്രില്ലർ ചിത്രമാണ് കാന്ത. നെറ്റ്ഫ്ലിക്സ് ആണ് ഇതിന്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. ഈ മൂവിയുടെ OTT റിലീസ് ഡേറ്റ് ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും ഡിസംബർ പകുതിയോടെ OTT റിലീസ് ചെയ്യുമെന്നുള്ള അൺഒഫീഷ്യൽ റിപ്പോർട്ടുകളുണ്ട്. അടുത്തതൊരു തമിഴ് മൂവിയാണ് ഡീസൽ. ഹരീഷ് കല്യാൺ, അതുല്യ രവി എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ഷൺമുഖമുത്തുസ്വാമി സംവിധാനം ചെയ്തൊരു ആക്ഷൻ ത്രില്ലർ മൂവിയാണ് ഡീസൽ. സിംപ്ലി സൗത്ത് ആണ് ഇതിന്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. നവംബർ 21 ഈ മൂവി OTT റിലീസ് ചെയ്യും. അടുത്തൊരു ഹിന്ദി വെബ് സീരീസ് ആണ് സിംഗിൾ പപ്പ. ഒരു ഫാമിലി കോമഡി സീരീസ് ആണ് സിംഗിൾ പപ്പ. നെറ്റ്ഫ്ലിക്സിലൂടെ ഡിസംബർ 12 മുതൽ ഈ സീരീസ് സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തതൊരു മലയാളം മൂവിയാണ് പ്രൈവറ്റ്. ഇന്ദ്രൻസ്, മീനാക്ഷി എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ദീപക് ഡിയോൺ സംവിധാനം ചെയ്തൊരു സസ്പെൻസ് ത്രില്ലർ മൂവിയാണ് പ്രൈവറ്റ്. മനോരമാക്സ് ആണ് ഇതിന്റെ കമ്മിങ് സൂൺ പോസ്റ്റർ പുറത്തുവിട്ടിരിക്കുന്നത്. അടുത്തന്നെ റിലീസ് ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അടുത്തൊരു ഇംഗ്ലീഷ് മൂവിയാണ് കോട്ട് സ്റ്റീലിംഗ്. ഒരു അമേരിക്കൻ ബ്ലാക്ക് കോമഡി ക്രൈം ത്രില്ലർ ചിത്രമാണ് കോട്ട് സ്റ്റീലിംഗ്. റെന്റ് ഓപ്ഷനിലൂടെ C5 സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്തൊരു ഇംഗ്ലീഷ് മൂവിയാണ് ആഫ്റ്റർ ദി ഹണ്ട്. ഒരു സൈക്കോളജിക്കൽ ത്രില്ലർ ചിത്രമാണ് ആഫ്റ്റർ ദി ഹണ്ട്. ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ നവംബർ 20 ഈ മൂവി OTT റിലീസ് ചെയ്യും. ഇതൊരു മലയാളം മൂവിയാണ് ഷെയ്ഡ്സ് ഓഫ് ലവ്. നിയാസ് ബക്കർ, കുമാർ സുനിൽ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി നടരാജൻ പട്ടാമ്പി, റഷീദ് അഹമ്മദ്, ജംഷീർ മുഹമ്മദ് എന്നിവർ ചേർന്ന് സംവിധാനം ചെയ്തൊരു ആന്തോളജി ഫിലിമാണ് ഷെയ്ഡ്സ് ഓഫ് ലൈഫ്. മനോരമാക്സിലൂടെ നവംബർ 21 മുതൽ ഈ മൂവി OTT റിലീസ് ചെയ്യും. അടുത്തൊരു ഷോർട്ട് ഫിലിമാണ് ആരോ. ശ്യാമപ്രസാദിനെ മഞ്ജു വാര്യരെയും കേന്ദ്ര കഥാപാത്രങ്ങളാക്കി രഞ്ജിത്ത് സംവിധാനം ചെയ്തൊരു ഷോർട്ട് ഫിലിമാണ് ആരോ. മമ്മൂട്ടിക്കമ്മി നിർമ്മിച്ച ഷോർട്ട് ഫിലിം യൂട്യൂബിലൂടെ ലഭ്യമാണ്. ഇത് ഒരു മലയാളം മൂവിയാണ് ദി പെറ്റ് ഡിറ്റക്റ്റീവ്. ഷറഫുദ്ദീൻ, അനുപമ പരമേശ്വരൻ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി പ്രണീഷ് വിജയൻ രചനയും സംവിധാനം നിർവഹിച്ചൊരു കോമഡി മൂവിയാണ് ദി പെറ്റ് ഡിറ്റക്റ്റീവ്. നല്ല രീതിയിൽ കളക്ഷൻ നേടി മുന്നേറുന്ന സിനിമയുടെ OTT റൈറ്റ്സ് C5 ആണ് നേടിയിരിക്കുന്നത്. നവംബർ 28 റിലീസ് ചെയ്യുമെന്നുള്ള അൺഒഫീഷ്യൽ റിപ്പോർട്ടുകളുണ്ട്. അടുത്തത് ഒരു മലയാളം മൂവിയാണ് പാതിരാത്രി. സൗബിൻ ഷാഹിർ, നവ്യ നായർ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി രത്തീന രചന സംവിധാനം നിർവഹിച്ചൊരു ക്രൈം ത്രില്ലർ മൂവിയാണ് പാതിരാത്രി. ആമസോൺ പ്രൈം വീഡിയോസ് ആണ് ഇതിന്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. നവംബർ മാസം ലാസ്റ്റ് വീക്കോടെ ഈ മൂവി OTT റിലീസ് ചെയ്യുമെന്നുള്ള അൺഒഫീഷ്യൽ റിപ്പോർട്ടുകളുണ്ട്. ഇതൊരു മലയാളം മൂവിയാണ് ഫാർമ. PR അരുൺ രചനയും സംവിധാനവും നിർവഹിച്ച് നിവിൻ പോളി നായകനാകുന്ന ആദ്യ വെബ് സീരീസ് ആണ് ഫാർമ. ഒരു ഗുളികയുടെ കവറിനുള്ളിൽ കിടക്കുന്ന നിവിനെയാണ് പോസ്റ്ററിൽ കാണാൻ കഴിയുന്നത്. ഒരു സെയിൽസ്മാന്റെ കഥയാണ് സിനിമ പറയുന്നത്. ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ അടുത്ത റിലീസ് ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇതൊരു ഇംഗ്ലീഷ് മൂവിയാണ് ഇറ്റ് വെൽക്കം ടു ഡെറി. ഒരു അമേരിക്കൻ അമാനുഷിക ഹൊറർ സീരീസ് ആണ് ഇറ്റ് വെൽക്കം ടു ഡെറി എപ്പിസോഡ് 5. നവംബർ 23 HBO മാക്സിലൂടെ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തത് ഒരു മലയാളം മൂവിയാണ് മൃദുഭാവേ ദൃഢകൃത്യേ. സൂരജ് സൺ, ദിനേശ് പണിക്കർ, സുരേഷ് കൃഷ്ണ, അനിൽ ആൻഡോ, സീമാജി നായർ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ഷാജോൺ കാരിയൽ സംവിധാനം ചെയ്തൊരു ത്രില്ലർ മൂവിയാണ് മൃദുഭാവേ ദൃഢകൃത്യേ. 2024 റിലീസ് ചെയ്ത ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത് മനോരമാക്സ് ആണ്. നവംബർ 16 മുതൽ ഈ മൂവി OTT സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്തതൊരു മലയാളം മൂവിയാണ് DS ഇറേ. പ്രണവ് മോഹൻലാലിനെ കേന്ദ്ര കഥാപാത്രമാക്കി രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്തൊരു ഹൊറർ ത്രില്ലർ മൂവിയാണ് DS ഇറേ. ജിയോ ഹോട്ട്സ്റ്റാർ ഇതിന്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയെന്നും അങ്ങനെയാണെങ്കിൽ മൂവി ഡിസംബറോടെ OTT റിലീസ് ചെയ്യുമെന്നുള്ള അൺഒഫീഷ്യൽ റിപ്പോർട്ടുകളുണ്ട്. ഒരു കൊറിയൻ മൂവിയാണ് ഡാർക്ക് നട്ട്സ്. ഒരു സൗത്ത് കൊറിയൻ സൂപ്പർ നാച്ചുറൽ ത്രില്ലർ ഫിലിമാണ് ഡാർക്ക് നട്ട്സ്. ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ OTT സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. ഒരു ഹിന്ദി മൂവിയാണ് ഹോം ബൗണ്ട്. ഇഷാൻ ഘാട്ടർ ആൻഡ് വിശാൽ ജേത്വ എന്നിവരെ കേന്ദ്ര കഥാപാത്രമാക്കി നീരജ് ഗൈവാൻ സംവിധാനം ചെയ്തൊരു ത്രില്ലർ മൂവിയാണ് ഹോം ബൗണ്ട്. നെറ്റ്ഫ്ലിക്സിലൂടെ നവംബർ 21 മുതൽ ഈ മൂവി OTT റിലീസ് ചെയ്യും. ഇതൊരു ഇംഗ്ലീഷ് മൂവിയാണ് പ്രിമിറ്റീവ് വാർ. ഒരു ഓസ്ട്രേലിയൻ സയൻസ് ഫിക്ഷൻ ആക്ഷൻ ഹൊറർ ചിത്രമാണ് പ്രിമിറ്റീവ് വാർ. ലാൻഡ്സ്കേപ്പ് പ്ലേയിലൂടെ നവംബർ 28 മുതൽ ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ്, തെലുങ്ക് ഭാഷകളിൽ ലഭ്യമാകും. അടുത്തതൊരു ഹിന്ദി മൂവിയാണ് തമ്മ. ആദിത്യ സർക്കാർ സംവിധാനം ചെയ്ത ഒരു റൊമാൻറ്റിക് കോമഡി ഹൊറർ മൂവിയാണ് തമ്മ. മാഡോക് ഹൊറർ കോമഡി യൂണിവേഴ്സിലെ 5ാം ചിത്രമാണ് തമ്മ. ആയുഷ്മാൻ ഖുറാന, രശ്മിക മന്ദാന എന്നിവരാണ് ഇതിൽ പ്രധാന വേഷത്തിലെത്തുന്നത്. ആമസോൺ പ്രൈം വീഡിയോസ് ആണ് ഇതിന്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. ഡിസംബർ 16 മുതൽ റെന്റ് ഓപ്ഷനിലൂടെ OTT സ്ട്രീമിംഗ് ആരംഭിക്കും. ഇതൊരു തമിഴ് മൂവിയാണ് ഡ്യൂട്ട്. ഒരു റൊമാൻറ്റിക് കോമഡി ചിത്രമാണ് ഡ്യൂട്ട്. കീർത്തിശ്വരൻ സംവിധാനം ചെയ്ത ചിത്രത്തിൽ പ്രദീപ് രംഗനാഥൻ, മമിത ബൈച്ചു എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തുന്നു. നെറ്റ്ഫ്ലിക്സിലൂടെ OTT സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്ത മലയാളം മൂവി ബാൾട്ടി. ഷെയ്ം നിഗത്തിനെ കേന്ദ്ര കഥാപാത്രമാക്കി നവാഗതനായ ഉണ്ണി ശിവലിംഗം രചനയും സംവിധാനം നിർവഹിച്ചൊരു സ്പോർട്സ് ആക്ഷൻ ചിത്രമാണ് ബാൾട്ടി. ഈ ചിത്രത്തിന്റെ OTT റൈറ്റ്സ് നെറ്റ്ഫ്ലിക്സ് അല്ലെങ്കിൽ ജിയോ ഹോട്ട്സ്റ്റാർ സ്വന്തമാക്കുമെന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. അങ്ങനെയാണെങ്കിൽ ചിത്രം നവംബർ മാസം റിലീസിലെത്തുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അടുത്തൊരു ഇംഗ്ലീഷ് സീരീസ് ആണ് സ്ട്രേഞ്ചർ തിങ്സ് സീസൺ 5. ഒരു അമേരിക്കൻ സയൻസ് ഫിക്ഷൻ ഹൊറർ ഡ്രാമ സീരീസ് ആണ് സ്ട്രേഞ്ചർ തിങ്സ്. 3 പാർട്സ് ആയിട്ടാണ് സ്ട്രേഞ്ചർ തിങ്സ് സീസൺ 5
നെറ്റ്ഫ്ലിക്സിലൂടെ OTT റിലീസ് ചെയ്യുന്നത്. ഫസ്റ്റ് വോളിയം നവംബർ 27-നും സെക്കൻഡ് വോളിയം ഡിസംബർ 26-നും ഫൈനൽ എപ്പിസോഡ് 2026 ജനുവരി 1-നുമാണ് OTT റിലീസ് ചെയ്യുന്നത്. ഇതൊരു തമിഴ് മൂവിയാണ്. ബൈസൺ കാലമാട്. ധ്രുവ് വിക്രം പശുപതി എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി മാരി ശെൽവരാജ് രചനയും സംവിധാനം നിർവഹിച്ചൊരു സ്പോർട്സ് ആക്ഷൻ ഡ്രാമ ചിത്രമാണ് ബൈസൺ കാലമാടൻ. നെറ്റ്ഫ്ലിക്സ് ആണ് ഇതിന്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. നവംബർ 21 മുതൽ നെറ്റ്ഫ്ലിക്സിലൂടെ പാൻ ഇന്ത്യൻ ഭാഷകളിൽ റിലീസ് ചെയ്യും. അടുത്തൊരു ഹിന്ദി സീരീസ് ആണ് ദി ഫാമിലി മാൻ സീസൺ 3. മനോജ് ബാജ്പേയി, പ്രിയാമണി എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി രാജ് NDK രചനയും സംവിധാനവും നിർവഹിച്ചൊരു ആക്ഷൻ ത്രില്ലർ സീരീസ് ആണ് ഫാമിലി മാൻ സീസൺ 3. സീസൺ 2 റിലീസിന് ശേഷം പ്രേക്ഷകരുടെ നീണ്ട വർഷത്തെ കാത്തിരിപ്പിന് ശേഷമാണ് സീസൺ 3 റിലീസിനെത്തുന്നത്. ആമസോൺ പ്രൈം വീഡിയോസിലൂടെ നവംബർ 21 മുതൽ ഈ സീരീസ് OTT റിലീസ് ചെയ്യും. അടുത്തൊരു ഹിന്ദി വെബ് സീരീസ് ആണ് ഏകാഗി. ആശിഷ് ചഞ്ചലാനി സംവിധാനം ചെയ്തൊരു മിസ്റ്ററി ഹൊറർ സീരീസ് ആണ് ഏകാഗി. ഈ സീരീസ് യൂട്യൂബിലൂടെ നവംബർ 27 മുതൽ ലഭ്യമാകും. അടുത്തൊരു ചൈനീസ് സീരീസ് ആണ് ഹാഡ് നോട്ട് സീൻ ദ സൺ. ഒരു മിസ്റ്ററി റൊമാൻസ് വിത്ത് ഡ്രാമ ക്രൈം ആൻഡ് ത്രില്ലർ മൂവിയാണ് ഹാഡ് ഐ നോട്ട് സീൻ ദ സൺ. 2 ഭാഗങ്ങളായിട്ടാണ് ഈ സീരീസ് നെറ്റ്ഫ്ലിക്സിലൂടെ റിലീസ് ചെയ്യുന്നത്. ഫസ്റ്റ് പാർട്ട് നവംബർ 13-നും സെക്കൻഡ് പാർട്ട് ഡിസംബർ 11-നുമായിരിക്കും ഈ സീരീസ് റിലീസ് ചെയ്യുന്നത്. തമിഴ് വെബ് സീരീസ് ആണ് നടു സെന്റർ. ഒരു സ്പോർട്സ് ഡ്രാമ വെബ് സീരീസ് ആണ് നടു സെന്റർ. സൂര്യ SK, സൂര്യ വിജയ് സേതുപതി എന്നിവരാണ് ഇതിൽ പ്രധാന വേഷത്തിലെത്തുന്നത്. ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ നവംബർ 20-ക്ക് ഈ സീരീസ് സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തതൊരു ഇംഗ്ലീഷ് ആനിമേറ്റഡ് മൂവിയാണ് ആസ്ടെക് ബാറ്റ്മാൻ. ഒരു അഡൾട്ട് ആനിമേറ്റഡ് ആക്ഷൻ അഡ്വഞ്ചർ ഹിസ്റ്റോറിക്കൽ സൂപ്പർ ഹീറോ ചിത്രമാണ് ആസ്ടെക് ബാറ്റ്മാൻ. നവംബർ 23-ന് ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ ഈ മൂവി OTT റിലീസ് ചെയ്യും. അടുത്തൊരു ഹിന്ദി വെബ് സീരീസ് ആണ് റിയൽ കാശ്മീർ ഫുട്ബോൾ ക്ലബ്. മുഹമ്മദ് സീഷാൻ അയൂബ്, മാനവ് കോൾ എന്നിവരാണ് ഇതിൽ പ്രധാന വേഷത്തിലെത്തുന്നത്. ഇതൊരു സ്പോർട്സ് ഡ്രാമ മൂവിയാണ്. ഒരു നടൻ സംഭവത്തെ അടിസ്ഥാനമാക്കിയാണ് ഈ സീരീസ് നിർമ്മിച്ചിരിക്കുന്നത്. ഡിസംബർ 9 മുതൽ സോണി ലിവിലൂടെ ഈ സീരീസ് റിലീസ് ചെയ്യും.